അമ്മ വേഷങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിലിടം നേടിയ ഒരു താരമാണ് കവിയൂർ പൊന്നമ്മ. നടിയുടെ അപ്രതീക്ഷിത വേർപാടിന്റെ വേദനയിലാണ് സിനിമാ ലോകം. ഇതിനോടകം തന്നെ നിരവധി പേരാണ് അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോഴിതാ കവിയൂർ പൊന്നമ്മയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ മമ്മൂട്ടി. പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചിക്ക് ആദരാഞ്ജലികൾ എന്നാണ് നടൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. കവിയൂർ പൊന്നമ്മയ്ക്കൊപ്പമുള്ള മനോഹരമായ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു മമ്മൂട്ടിയുടെ ഈ ഒരു പ്രതികരണം. ഒരു മാസത്തിലേറെയായി ചികിത്സയിലായിരുന്ന കവിയൂർ പൊന്നമ്മ കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ വെച്ചാണ് അന്തരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഒരു മാസത്തിലേറെയായി ചികിത്സയിലായിരുന്നു താരം. 1945 പത്തനംതിട്ടയിലെ കവിയൂരിൽ TP ദാമോദരൻ, ഗൗരി എന്നിവരുടെ മകളായാണ് താരം ജനിക്കുന്നത്. 7 മക്കളിൽ മൂത്ത കുട്ടിയായിരുന്നു പൊന്നമ്മ. അന്തരിച്ച നടി കവിയൂർ രേണുക ഇളയ സഹോദരിയാണ്. 1962 ശ്രീരാമ പട്ടാഭിഷേകത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ചെറിയ പ്രായത്തിൽ മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ പൊന്നമ്മ 700-ൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നീണ്ട 60 ആണ്ടുകൊണ്ട് 700-ൽ പരം സിനിമകളിലാണ് പൊന്നമ്മ അഭിനയിച്ചിട്ടുള്ളത്. 2021 റിലീസ് ചെയ്ത ആണും പെണ്ണും എന്ന ആന്തോളജി ചിത്രമാണ് കവിയൂർ പൊന്നമ്മയുടേതായി അവസാനം തിയേറ്ററുകളിലെത്തിയ സിനിമ. 1963 കാട്ടുമൈന എന്ന സിനിമയുടെ ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തും അരങ്ങേറ്റം കുറിച്ചു. വെളുത്ത കത്രീന, തീർത്ഥയാത്ര, ധർമ്മയുദ്ധം, ഇളക്കങ്ങൾ, ചിരിയോ ചിരി, കാക്കക്കുയിൽ തുടങ്ങി 8ഓളം സിനിമകളിൽ പാട്ടുപാടിയിട്ടുമുണ്ട്. LPR വർമ്മയുടെ ശിക്ഷണത്തിൽ സംഗീതവും പഠിച്ചിരുന്നു. വെച്ചൂർ എസ് ഹരിഹര സുബ്രഹ്മണ്യ അയ്യരുടെ കീഴിലും സംഗീതം അഭ്യസിച്ചു. 14-ാമത്തെ വയസ്സിൽ അക്കാലത്ത് പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്ടിസ്റ്റിന്റെ നാടകങ്ങളിൽ ഗായികയായാണ് കലാരംഗത്ത് വരുന്നത്. 1999 മുതൽ ടെലിവിഷൻ രംഗത്ത് സജീവമാണ്. ദൂരദർശൻ, ഏഷ്യാനെറ്റ്, സൂര്യ തുടങ്ങിയ ടെലിവിഷൻ ചാനലുകളിലെ ഒട്ടേറെ പരമ്പരകളിൽ വേഷമിട്ടിട്ടുണ്ട്. 4 തവണ ഏറ്റവും മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഭരത് മുരളി പുരസ്കാരം, PK റോസി പുരസ്കാരം, കലാരത്ന പുരസ്കാരം, പ്രത്യേക പുരസ്കാരം തുടങ്ങി ഒട്ടേറെ അംഗീകാരങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്.